പച്ചപ്പും പ്രകൃതിയും ചേർന്ന് നിൽക്കുന്ന വയനാട് ഇന്ന് ആരോഗ്യ പരിപാലനത്തിൽ ഉറച്ച മുന്നേറ്റം കൈവരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ മാനന്തവാടി ജില്ലാശുപത്രിയിലെ ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ നസീറ ബാനു. 2023 ഒക്ടോബറിൽ ലക്ഷ്യ അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റലാണിത്. ആവറേജ് ഒരു 200 ഡെലിവറി ഒരു മാസമുണ്ട്. മെജോറിറ്റി ആയിട്ട് ട്രൈബൽ പേഷ്യൻസ് ആണ് നമ്മുടെ ഉപഭോക്താക്കൾ. MBFHAയും മുസ്കാനും ഒക്കെ അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റലാണ്. മലയോര പ്രദേശങ്ങളുടെ വെല്ലുവിളികൾക്കിടയിലും ജനങ്ങൾക്ക് സമീപം ആരോഗ്യ സേവനങ്ങൾ എത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു. എൻ്റെ പേര് മൊയ്തു. എൻ്റെ വീട് പടിഞ്ഞാറത്തറയാണ്. ഞാൻ 12 വർഷമായി ഇവിടുന്ന് ഡയൽസ് ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ സേനൻ, സൂപ്രണ്ട് ഇൻചാർജ് താലൂക്ക് ഹോസ്പിറ്റൽ വൈത്തിരി ഹെഡ്ക്വാർട്ടേഴ്സ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. OP, IP, കാഷ്വാലിറ്റി, ഡെലിവറി, ഡയാലിസിസ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, എക്സ്റേ. ഇവിടുത്തെ ഓർത്തോപീഡിഷ്യൻ ഡോക്ടർ നിഖിലും അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റും ഏകദേശം 200ഓളം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും 8 ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറീസും കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ ഈ ആശുപത്രിയിൽ നടന്നു. അതൊരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളും ചേർന്ന് ആരോഗ്യ സംരക്ഷണം കൂടുതൽ സമഗ്രവും കാര്യക്ഷമവുമായി തീരുന്നു. ദൂരം ഒരു തടസ്സമാകാതെ ഓരോ ഗ്രാമത്തിലും ഓരോ കുടുംബത്തിലും പരിചരണം എത്തിക്കുന്ന ഒരു ശ്രമം തുടരുന്നു. ഓരോ വികസനവും ലക്ഷ്യമിടുന്നത് ഒരേ ദിശയിൽ. We are Team Y3. സമയബന്ധിതവും ഗുണമേന്മയുള്ളതുമായ സേവനം എല്ലാവർക്കും ലഭ്യമാക്കുക. നമസ്കാരം. എൻ്റെ പേര് ദിൽ സെബാസ്റ്റ്യൻ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന യൂണിറ്റിലെ സോഷ്യൽ വർക്കറാണ്. NRC അല്ലെങ്കിൽ അഥവാ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ വയനാട് ജില്ലയിലുള്ള പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ നമ്മൾ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും മറ്റ് മരുന്നും കാര്യങ്ങളെല്ലാം നൽകി അവർക്ക് വേണ്ട തൂക്കത്തിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറ്റി ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ മെച്ചപ്പെടുത്തി വീട്ടിലേക്ക് തിരിച്ചുവിടുന്ന ഒരു യൂണിറ്റാണ്. വയനാട് ജില്ലയിൽ എല്ലാ ഏരിയയിൽ നിന്നുള്ള കുട്ടികളെയും ഫീൽഡ് ലെവലിൽ ആശാവർക്കർ, RPS നഴ്സുമാരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഈ യൂണിറ്റിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും എല്ലാം നൽകുന്നത്. ഇവിടുന്ന് മെച്ചപ്പെട്ട ആരോഗ്യം, തൂക്കവും കാര്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം കുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് വിടുകയും പിന്നീട് ഫോളോ അപ്പ് കാര്യങ്ങളിലൂടെ അവർക്ക് ഫീൽഡ് ലെവലിൽ മെച്ചപ്പെട്ട അവരുടെ ആരോഗ്യവും കാര്യങ്ങളും തൂക്കം എല്ലാം നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു കിടന്നത്. അവിടുന്ന് പിന്നെ വേറെ ആശുപത്രിയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയാണ് ചെയ്തത്. പനി കൂടിയിട്ട് വന്നതാണ്. പനി കൂടുതലുണ്ട്, ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്, പിന്നെ ഷുഗർ കൂടുതലുണ്ട്, പിന്നെ ശ്വാസമുട്ടലിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം എല്ലാം കുറഞ്ഞു, നോർമലായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചികിത്സയാണ്, ട്രീറ്റ്മെൻറ്റ് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നമസ്കാരം. ഞാൻ ശ്രീജ പള്ളിക്കര, ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ്. വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് 360 NCD സ്റ്റാർട്ട് ചെയ്തത് ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലാണ്. ഈ മുന്നേറ്റങ്ങളോടെ വയനാട് ജില്ലയിൽ ആരോഗ്യരംഗം കൂടുതൽ വിശ്വാസവും ശക്തിയും നേടി മുന്നേറുന്നു. കാരണം ഇവിടെ പരിചരണം ഒരു സംവിധാനമല്ല, ഓരോ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന കരുതലാണ്. എൻ്റെ പേര് കാർത്തിക. ഞാനിവിടെ പന്നിമുണ്ടേന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഡോക്ടർ കാണിക്കുന്നത്. നല്ല ഡോക്ടേഴ്സാണ്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും പേഷ്യൻസിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. കേരള ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം.